വാർത്താ ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നിരന്തരം കണ്ടുപോകുന്ന ദുരന്ത വാർത്തകൾ നിരവധിയാണ്. പതിവ് കാഴ്ചയെന്നോണം അവയെ കണ്ടുമറക്കുമ്പോൾ നാം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ദുരന്തത്തിന്റെ ആഘാതമേൽക്കുന്ന ജീവിതങ്ങളെക്കുറിച്ച്? തെല്ലും സാധ്യതയില്ല. തിരക്കേറിയ ദിനങ്ങളിൽ വന്നുപോകുന്ന അത്തരം വാർത്തകളോട് നമുക്കെന്നും നിസ്സംഗത തന്നെയാണ്. അമ്പരപ്പും ഭീതിയും പടർത്തിയ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതക വാർത്തയും അടുത്തിടെ നാം കേട്ടിരുന്നു. തലയോലപ്പറമ്പിൽ കാലായിൽ മാത്യു വധം. തലയോലപ്പറമ്പ് മാത്യു കൊലപാതക കേസിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് മധ്യവയസ്കനെ കൊലപ്പെടുത്തിയതായുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് കൂടുതൽ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. പാദങ്ങളുടെയും കാലുകളുടെയും മാത്യു തിരോധാനത്തിന്റെ നീണ്ട 8 വർഷങ്ങൾ. ഒടുവിൽ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് കൊലയാളിയുടെ പിതാവ്. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു സമർത്ഥമായ കൊലപാതകം. പക്ഷേ നാം കണ്ടറിഞ്ഞത് മാത്രമായിരുന്നില്ല അതിലെ സത്യങ്ങൾ. ആ ദുരന്തം ചുഴറ്റിയെറിഞ്ഞത് നിരവധി ജീവിതങ്ങളെയാണ്. മിസ്സിങ് ആകുന്ന അതേ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛയുടെ നമ്പറിലോട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഫോൺ എടുത്തില്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് ആ ദിവസം എന്തോ കോടതിയിൽ ഈ സാമ്പത്തിക ഇടപാട് മൂലം കേസ് പൈസ കിട്ടാഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കേസ് എന്തോ ആയതുകൊണ്ടാണ് എടുക്കാതിരുന്നത്, കോടതിയിലായതുകൊണ്ട്. അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെയായിരിക്കുന്നു. പക്ഷേ അന്ന് പകലൊക്കെ ആള് എല്ലായിടത്തും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം അതൊന്ന് പറയാം, അവിടെ നിന്ന് വരണമെന്നും കൂടെ പറയാലോ എന്ന് ഓർത്തിട്ടായിരുന്നു വിളിച്ചത്. പക്ഷെ കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു കസിനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എന്താണോ എടി അച്ചായി വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, ഇന്നലെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. നിന്നോട് എന്തെങ്കിലും വിളിക്കോ അടുത്തെങ്ങനെ വിളിച്ചെന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞു. എന്നെ അറിയിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കോൾ വന്ന് അപ്പോഴത്തേക്ക് അന്നത്തെ ദിവസം പത്രത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പത്രം നോക്കിയില്ല. അച്ചായി ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ വരാതിരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഫോണിൽ വിളിച്ചാൽ കിട്ടും. പക്ഷെ ഇത് ഞങ്ങളുൾപ്പെടെ കൂട്ടുകാരുൾപ്പെടെ എല്ലാവരും അന്നത്തെ ദിവസം വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുപോലെ തന്നെ വണ്ടി തലയോലപ്പറമ്പ് ടൗണിൽ തന്നെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് കിടപ്പുണ്ട്. അതാണെങ്കിൽ പൂട്ടിയിട്ടൊന്നുമില്ല. അവിടെ വെറുതെ കിടക്കുന്ന വണ്ടി, വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിലാളില്ല. അതൊക്കെ ആയപ്പോൾ ഒരു എന്താ സംഭവിച്ചത് എന്നുള്ളൊരു ഇതാണ്. ഈ കാണാതായ ആ സമയം മുതൽ 2 ദിവസത്തിനുള്ള ഒരു പ്രചരണം ഉണ്ടായത് ഇങ്ങനെയാണ്, ആള് എവിടെയോ പോയതാണ്. എനിക്ക് തോന്നുന്നു ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തി തന്നെ ചിലപ്പം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സ്പ്രെഡായിട്ട് എല്ലാവരും അങ്ങനെ ആക്കും. ആ രീതിയിൽ ആ സമയത്ത് തന്നെ ഗൂഢാലോചന ചെയ്ത് അങ്ങനെ പോയതായിരിക്കാം എന്ന് എൻ്റെ ഒരു ഊഹം. അല്ലെങ്കിൽ ഇത്രയും, കാരണം ഞങ്ങൾ തന്നെ ഓർത്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോലും കേസ് കൊടുത്തിട്ട് പോലും അതിനൊരു ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ തന്നെ വിചാരിച്ചാണ് എന്തിനാ ഇത്രയും പ്ലാനായിട്ട് പോയാലല്ലേ നമുക്കൊരിക്കലും കണ്ടെത്താൻ. പക്ഷെ ജനങ്ങൾ പറയുന്നുണ്ട്, എന്നെ അറിയുന്നവര് എന്നെ അടുത്തറിയാവുന്നവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടു എന്ന് വരെ. എന്തിനാ അവര് സത്യം അതല്ല എന്നുള്ളത് ഇപ്പം ഈ പറഞ്ഞ വ്യക്തികൾക്ക് വരെ ഇപ്പം മനസ്സിലായി തുടങ്ങി. കാരണം മംഗലാപുരത്തുണ്ട്, പിന്നെ അതിനിടയ്ക്കാണ് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും മരിച്ചത്. അതിനിടയ്ക്ക് വല്യപ്പച്ചൻ മരിച്ച സമയത്ത് പോലും രാത്രിയിൽ ഇവിടെ വന്നു കണ്ടു എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഞാനും എൻ്റെ അപ്പനും കൂടെ ബാംഗ്ലൂർ വെച്ച് കണ്ടെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ ഇന്നുവരെ ബാംഗ്ലൂർ സിറ്റിയിൽ പോയിട്ട് പോലുമില്ല. പിന്നെ കുടകെന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട്, അവിടെ ഭാര്യയുണ്ട് മക്കളുണ്ടെന്ന് പറഞ്ഞു. ഒരു കുറെ പേര് പറഞ്ഞു മംഗലാപുരത്ത് ഭാര്യയും മക്കളുമായിട്ട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി. അങ്ങനെ ഒരു ജീവിതം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ, വേറൊരു ഭാര്യയും മക്കളായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ആവണമെന്നില്ല, അത് ചെറുപ്പത്തിലേ ആവായിരുന്നല്ലോ. ഞങ്ങളെയൊക്കെ ഉണ്ടായി ഇത്രയും നാളുകൾക്ക് ശേഷം
ഇങ്ങനൊരു ജീവിതം നോക്കി പോകേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടല്ലോ, ഇപ്പൊ സാമ്പത്തികമായിട്ടൊരു പ്രോബ്ലംസ് ഇപ്പോഴാണ് മിസ്സിംഗ് ആയ പിന്നെയാണ് ബാധിച്ചത്. അതിനു മുമ്പ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന. അങ്ങനെയായിരുന്നെങ്കിൽ ഇതൊക്കെ നേരത്തെ ഇതൊക്കെ ആയിരുന്നു എന്റെ ഫാദറിന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് എന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾക്ക് അറിയാം, അത് ഞങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്, ഞങ്ങളെ സാമ്പത്തികപരമായി സഹായിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകളില്ലാതെ എന്നൊക്കെ പറഞ്ഞ മനുഷ്യര് ആണ് ഈ ഞങ്ങളുടെ നാട്ടുകാർ മുഴുവനും. വേനലിൽ വീണുപോയ കരിയിലകൾ കണക്കെയായിരുന്നു പിന്നീട് നൈസിയുടെയും കുടുംബത്തിന്റെയും ജീവിതം. എല്ലാം ഉണ്ടായിട്ടും അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾ. 18-ാം വയസ്സിൽ വിവാഹിതയും അമ്മയുമായി നൈസിക്ക് കുടുംബജീവിതം ഇതോടെ നഷ്ടമായി. ദാരിദ്ര്യവും വിശപ്പും അകറ്റുവാൻ അമ്മയും കുഞ്ഞനുജത്തിമാരെയും പോറ്റാൻ നൈസി നിയോഗം കൊണ്ടു. അച്ഛൻ മിസ്സിങ് ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട്, ദാരിദ്ര്യമൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. കാരണം എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അനിയത്തിമാരുടെ ജീവിതമാണേലും എൻ്റെ ജീവിതമാണേലും എല്ലാം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്നത് ഈ ഒരു മിസ്സിങ് കേസാണ്. കാരണം നമ്മൾ വേറൊന്നും നമുക്ക് ജീവിക്കാൻ ആശ്രയം എന്ന് പറയുന്നത് അച്ചായി മാത്രമേ ഉള്ളൂ. വരുമാനവും അച്ചായി തന്നെ. ഇങ്ങനെ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു, വണ്ടിയുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ റെന്റിന് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പം ആ രീതിയിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ഇൻകം അങ്ങനെ കിട്ടുന്നുണ്ട്. വേറൊരു വസ്തുവിൽ നിന്നും അങ്ങനെ ഒരു ഇൻകം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നെടുന്തൂണാണ് അച്ചായി. അപ്പം അങ്ങനെ ഒരാൾ മിസ്സിങ് ആയപ്പോൾ ഇവിടെയുള്ളവർക്ക് പുറത്താണ് സാമ്പത്തികമായിട്ട് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്, അവരൊക്കെ തിരിച്ചു തന്നാലും നമ്മുടെ കാര്യത്തിൽ അത് ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിമാർ ആ സമയത്ത് 6ലും 4ലും പഠിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ഒരു മിസ്സിങ് കേസ് കൊണ്ട് എൻ്റെ ഫാദർ വേറൊരു വിവാഹം കഴിച്ച് വേറെ സ്ഥലങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു അറിവ് വരെ ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പം അത് എൻ്റെ കുടുംബജീവിതം ബാധിച്ചു. അതിന് ഭർത്ത വീട്ടിൽ നിന്നൊക്കെ അതിൻ്റെ പേരിൽ അപമാനമായ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ അച്ചായി ഉണ്ടായിരുന്നിടം കാലം അവിടെ എനിക്ക് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ മുതൽ അവരുടെ കുത്തുവാക്കുകൾ, പ്രശ്നങ്ങൾ, അവസാനം ഞാൻ എൻ്റെ ജീവിതം ഡിവോഴ്സിൽ വരെ എത്തി. ഇപ്പം ഞങ്ങൾ തമ്മിൽ നിയമപരമായി ഡിവോഴ്സ് കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പം അത്രയും ജീവിതത്തിനിടയിൽ സംഭവിച്ച ഈ ഒരു കാരണം മൂലം എൻ്റെ ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഡിവോഴ്സ് എന്നൊരു ഇതിലോട്ട് എത്തിച്ചത് എൻ്റെ ഈ അച്ചായുടെ മിസ്സിങ്ങും കൂടെയാണ്. അപ്പം എൻ്റെ അച്ചായ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിന്ന് ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇപ്പം അത് കാരണം കുടുംബജീവിതം ഇല്ലാതെ നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഏതൊക്കെ രീതിയിൽ പറഞ്ഞുണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അനുഭവിക്കുന്നുണ്ട് നന്നായിട്ട്. നമ്മളെ കുറെ തെറ്റിദ്ധാരണകൾ പലരും പറയുന്നുണ്ട്. കാരണം ഇപ്പൊ എൻ്റെ അച്ചായി കാണാതായ സമയം മുതൽ ജനങ്ങൾ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ സത്യമല്ല എന്നുള്ളത് ഇന്ന് എല്ലാവരും അറിഞ്ഞു. അതുപോലെ തന്നെ എന്നാണോ നമ്മളെ പറ്റി വിവാഹം കഴിച്ച്, കാരണം എനിക്കിപ്പോ ഒരു വിവാഹത്തിന് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. നമ്മളൊന്നും സമ്മതിച്ചില്ല. കാരണം എന്നെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിമാര്, നാളെ അവർക്ക് ഞാനൊരു വിവാഹം കഴിച്ചു പോയാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ ഇവർക്ക് എന്തുമാത്രം ഞാനില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവർ കുറെ ബുദ്ധിമുട്ടും. കാരണം എങ്ങനെ മുന്നോട്ട് സമൂഹത്തെ നേരിടണം എന്നൊന്നും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിമാരൊക്കെ അറിയത്തില്ല. അപ്പൊ കുടുംബത്തിൽ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഏക ആശ്രയം നഷ്ടപ്പെടും. വരുന്ന ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. പ്രതീക്ഷകൾ ചിതറിയിടത്തുനിന്ന് തന്നെ അവയെ വാരിക്കൂട്ടാൻ നൈസി ഇറങ്ങി പുറപ്പെട്ടു. ആത്മഹത്യയെപ്പറ്റി പലപ്പോഴും ഇവൾ ചിന്തിച്ചു. ഈ സമൂഹത്തിന്റെ ക്രൂരമുഖം അവൾക്ക് നേരെ പലവട്ടം മരണത്തെ വച്ചു നീട്ടിയെന്ന് പറയുന്നതാണ് വാസ്തവം. അത്രത്തോളം ഇരയെ കാംക്ഷിച്ച വേട്ടക്കാരനായിരുന്നു ഈ സമൂഹം. അഭ്യൂഹങ്ങൾക്ക് അറുതിയില്ലായിരുന്നു. പക്ഷേ പറഞ്ഞവരും പറഞ്ഞു പരത്തിയവരും ഈ ജീവിതങ്ങളെപ്പറ്റി ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. ഒരു ദുരന്തത്തിനുമേൽ അനേകം ദുരന്തങ്ങൾ ആഞ്ഞടിക്കുകയായിരുന്നു കഴിഞ്ഞ 8 വർഷങ്ങളിലും. അച്ചായ മിസ്സിങ് ആയ സമയത്ത് എൻ്റെ അമ്മച്ചി അടുത്തുള്ളവർക്ക് അടുത്ത് പോയി പണിയുന്നുണ്ടെന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ
സങ്കടമാണ് തോന്നിയത്. ആ സമയത്ത് എൻ്റെ അമ്മേനെ അനിയത്തിനെയൊക്കെ മഠത്തിൽ എവിടെയെങ്കിലും കൊണ്ട് ആക്കാന്ന് പറഞ്ഞവരെ പറഞ്ഞിട്ടുണ്ട് ബന്ധുമിത്രാദികൾ. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നല്ല വിഷമം തോന്നി. പക്ഷെ അങ്ങനെയൊന്നുള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ ഞാൻ തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഏതെങ്കിലും ഒരു കടകളിലൊക്കെ പോയി ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ, ഒരു സെയിൽസ് ഗേഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ വെറും 3000 രൂപയൊക്കെ കിട്ടണം, 3000 4000. ഇപ്പൊ തന്നെയൊക്കെ ആ ഒരു ഇത് തന്നെ എല്ലാവർക്കും തന്നെ കിട്ടണം, ചെറിയ കടകളിലൊക്കെ പോയി നിന്നാൽ പോലും. അതുകൊണ്ടൊക്കെ ഒരു കുടുംബം മുന്നോട്ട് പോകുക പറയുന്നത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ആഴ്ചയായിട്ട് ഒരു വരുമാനമായിട്ട് എന്തെങ്കിലും സേവിങ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല കയ്യിൽ, എല്ലാം പുറത്ത് കിടക്കണേ. നമുക്ക് ജീവിക്കാനായിട്ട് വേറെ ഒരു മാർഗവും ഇല്ല. ആ സമയത്ത് ഇവിടെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വീട്ടു ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അത് എൻ്റെ ബന്ധുമിത്രാദികളെ ഒന്നും അറിയിച്ചിട്ടില്ല, അമ്മയെ അനിയത്തിമാരെ അറിയിച്ചു. ആ സമയത്ത് തന്നെ ബന്ധുമിത്രാദികളിൽ നിന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ ഞാൻ ഏതാണ്ട് വേറെ എന്തോ പണിക്ക് പോകുമെന്ന് വരെ കേട്ടിട്ടുണ്ട്. വീടുകളിൽ കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടു ജോലിക്കൊക്കെ പോയി നിന്നിട്ടുണ്ട്. കാരണം ആ ഒരു ലെവലിലല്ല ഞങ്ങളെ വളർത്തിയത്. ആ സാഹചര്യത്തിൽ എൻ്റെ കുടുംബത്തിലുള്ളൊരു പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് അമ്മയുടെ അനിയത്തിമാരെയൊക്കെ അവരെ ഒരിക്കലും ആ ലെവലിലോട്ട് എത്തിക്കരുത്, അവർ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയരുതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലെവലിൽ അങ്ങനെ വരെ പോയി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് എറണാകുളത്തൊക്കെ പിന്നെ രോഗികളെ നോക്കാൻ പോയി നിന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം സന്തോഷത്തോടു കൂടി തന്നെ ചെയ്തേക്കണം. കാരണം അപ്പോഴും ഉണ്ട് എനിക്ക് എന്റെ കുടുംബത്തിൽ എന്റെ അമ്മ അനിയത്തി ഇത്രയും നാളും ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വളർന്നു. ഞാനും ഈ തിരിച്ചു വീട്ടിലോട്ട് വരുന്ന ഒരു ഗ്യാപ്പിന്റെ സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ എന്റെ വീട്ടിൽ അനുഭവിച്ചു. പിന്നീട് ഞാൻ ജോലി ചെയ്ത സമയത്ത് കാശ് അധ്വാനിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ മുതല് അവര് ഇന്ന് ഈ ദിവസം വരെ ഞാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിച്ചിട്ടില്ല. കാരണം നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും വീട്ടുകാർ ബുദ്ധിമുട്ടരുതെന്നേ ആഗ്രഹമുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഞാൻ ജീവിക്കണതെന്നൊന്നും ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പോലും ഇപ്പൊ ഈ ഇടയായിട്ട് പല മാധ്യമങ്ങളിലും ഇന്റർവ്യൂ വന്നിട്ട് പോലും ഞാനിത് പറഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇത് പറയണത്. കാരണം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, സങ്കടങ്ങളുണ്ട്. പക്ഷെ എല്ലാം ആരെ അറിയിക്കണില്ല, എല്ലാം നമ്മൾ തന്നെ വേദന ഒതുക്കി അങ്ങോട്ട് ജീവിക്കുകയാണ്. പക്ഷെ ഇങ്ങനൊരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞാൻ ആരും അറിയിച്ചിട്ടില്ല. അമ്മേനെ അറിയത്തെ പോലും അവർക്കറിയാം ഇങ്ങനെ എന്റെ അടുത്ത ജോലി ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടുകളോ. പക്ഷെ അതിനപ്പം ഇവരുടെ അടുത്ത് നിന്ന് എനിക്ക് ഇവിടുത്തെ സഹകരിക്കുന്നതൊക്കെ ഇവരെ എന്താന്ന് വേദന എന്താന്ന് ഞാൻ അറിയിക്കാതെ എന്നെ കൊണ്ട് വളർത്താൻ പറ്റും. അതിൽ ഞാൻ ഒത്തിരി തൃപ്തിയാണ്. ഞാൻ എൻ്റെ ഈ കുറച്ച് കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ അനുഭവിച്ചപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരു സ്നേഹമുള്ളൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ, നമുക്കൊപ്പം എന്തിനും ഒരു സഹകരിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വേദന ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. നമുക്ക് താങ്ങായിട്ട് നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു സഹോദരൻ, ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ ഈ കേസ് നടന്നപ്പോഴൊക്കെ അതിന്റെ പിന്നിൽ എല്ലാത്തിനും വേറെ ആരുമില്ല, ഞാൻ തന്നെ ഓടിയത്. ആ സമയത്തൊക്കെ ഒരു ചേട്ടനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി. പക്ഷെ ഒരു സഹോദരനില്ല, ഒരു ഭർത്താവില്ല എന്നതിന്റെ ഒരു കുറവ് എനിക്ക് തോന്നിയിട്ടില്ല. ദൈവം എനിക്ക് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഏതൊരു സ്ത്രീക്കും സമൂഹത്തെ നേരിടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അതിന് ഒത്ത് ചിന്തിച്ചും പ്രവർത്തിച്ചും ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരാളുടെ സഹായം വേണമെന്നില്ല. നൈസിയുടെ ഈ കണ്ണീരിനും അവരുടെ ഉള്ളിൽ തറഞ്ഞ മുള്ളുകൾക്കും ഉത്തരവാദികൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹമാണ്. കൊട്ടിയാഘോഷിക്കപ്പെടുന്ന വാർത്തകൾക്കുമപ്പുറം ജീവിതങ്ങൾ ബാക്കിയാവുന്നുണ്ട്. നൈസിയെ പോലെ കണ്ണീര് പറ്റിയ കഥാപാത്രങ്ങളായി അവരോരോരുത്തരും നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നുമുണ്ട്. മനസ്സിരുത്തി ഒന്നോർത്തു നോക്കൂ, ഒരു തിരോധാനത്തിന്റെയോ കൊലപാതകത്തിന്റെയോ പേരിൽ അവരെ എന്തിന് ഈ സമൂഹം ഇല്ലായ്മ ചെയ്യണം? സത്യം എന്തെന്ന് അറിയാതെ പറയുന്നവരാണ് ജനങ്ങൾ. ഒരാൾ പറഞ്ഞ് അതിനെ വേറൊരു രീതിയിലെടുത്ത് വളച്ചേട്ടി മറ്റുള്ളവർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു സ്ത്രീയെ തന്നെ ഇല്ലാതാക്കുകയാണ് സമൂഹം ചെയ്യുന്നത്. അത് ഞാൻ മാത്രമല്ല, ഈ ലോകത്തുള്ള പല സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടാവും. എവിടേക്ക് പോയി മറിഞ്ഞെന്ന് അറിയില്ല.
ഇനിയൊരിക്കൽ തിരിച്ചു വരുമോ എന്നും ഉറപ്പില്ല. പക്ഷേ ഇവ പ്രതീക്ഷിച്ചിരുന്നു ഒരു മടങ്ങി വരവ്. ആ പ്രതീക്ഷകളുടെ ചിതയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എരിഞ്ഞമർന്നത്. അനീഷിൻ്റെ ഫാദറാണ് എന്നെ ഇതുവരെ അറിയിച്ചത്. പുള്ളി ഞാനൊരു 5-6 വർഷമായി തോന്നുന്നു. പുള്ളി എന്നെ സ്ഥിരമായിട്ട് വർഷങ്ങളിൽ ഒരു 1-2 തവണയെങ്കിലും ഇവിടെ വരും കാണാൻ. കാരണം അവരുടെ വീട് സ്ഥലവും അവർ കുറേ പൈസ വാങ്ങിച്ചിരുന്നു. അതൊക്കെ തിരിച്ച് പൈസ തരുമ്പോഴത്തേക്ക് ആ വസ്തു എഴുതി കൊടുക്കാമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എൻ്റെ അപ്പം ആ സമയത്ത് വീട് എന്തോ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അത് ഈ കൊലപാതകത്തിൽ എത്താൻ സാഹചര്യമില്ലല്ലോ. വീട് അവർക്ക് വേണമെന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. ഇപ്പോഴും അത് അവരുടെ ആവശ്യമായിട്ട് നിൽക്കുക. ആ സമയത്ത് ഈ വീടിന് വേണ്ടിയിട്ട് പുള്ളി എപ്പോഴും വരുമ്പോൾ ഞാൻ പറയും, അന്ന് തന്നിരുന്ന പൈസ തിരിച്ച് പലിശയൊന്നും വേണ്ട, അതെങ്കിലും തരുവാണ്. നമ്മളും കഷ്ടപ്പാടിൽ വളരുന്നവരാ. അപ്പം ആ പൈസ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ വീട് സ്ഥലം എഴുതി തന്നേക്കാം. പക്ഷെ അതിനൊരു സമയം എടുക്കും. കാരണം എനിക്ക് ഇളയ ഒരു അനിയത്തിയും കൂടെ ഉണ്ട്. അവൾക്കും കൂടെ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് വീടും വസ്തുവും നമുക്ക് കൈമാറ്റം ചെയ്യാന്നുള്ളൊരു ഒരു നിയമപരമായിട്ടൊരു അവകാശം കൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട് സ്ഥലം തിരിച്ചെഴുതി തരാമെന്ന് ഞാൻ അന്ന് പറയുമായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പം എന്നോട് പറഞ്ഞു നൈസ് ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞു. നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം രാവിലെ, ഞായറാഴ്ചയായിരുന്നു, ഞാൻ നല്ല ഉറക്കമായിരുന്നു, പുള്ളി എന്നെ വിളിച്ചു. ആദ്യത്തെ കോള് ഞാൻ എടുത്തില്ല, രണ്ടാമത് വിളിച്ചപ്പോഴാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നൈസ് അച്ചായി ജീവിച്ചിരുന്നൊന്നുമില്ല, മരിച്ചുപോയി, ഒരാൾ കൊന്നതാ എന്ന് പറഞ്ഞു. ആരാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കാര്യം, ഇയാൾ വീട് സ്ഥലം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യണം. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അത് പോലീസിൽ പരാതി പറഞ്ഞോ? ഞാൻ അത് എന്താണെന്ന് വെച്ചാൽ പോലീസുകാരോട് പറഞ്ഞോളാം, ആരോ കൊന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞോളാം. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇയാൾ പറയണമെന്നുണ്ടെങ്കിൽ അനീഷിനൊരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം കള്ള നോട്ടീസിലൊക്കെ അറിയാവുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ ഉള്ളിലും അനീഷ് ആണോ എന്നൊരു സംശയം തോന്നി. പിന്നെ ഇയാൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്ത്. വീണ്ടും ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല, ടെൻഷനായി. ഇയാൾ പറയുന്നത് സത്യമാണ്. പെട്ടെന്ന് നമ്മൾ ഇത്രയും നാളും ജീവിതത്തിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ഒരാൾ വരില്ല, അത് ജീവിച്ചിരിപ്പില്ല എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അതൊരു പ്രത്യേകിച്ച് ഞാൻ മകളും കൂടെയാണ്. അപ്പം പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ ഞാൻ പുള്ളിനെ ഒരു 3-4 തവണ വിളിച്ചപ്പോഴൊക്കെ പുള്ളി ഇത് ആവർത്തിച്ച് പറയുക. നൈസിക്ക് തെളിവുകൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഫോൺ കോളുകൾ അവർ റെക്കോർഡ് ചെയ്തു. തുടർന്ന് പോലീസിൽ പരാതിയും നൽകി. പിന്നീട് അങ്ങോട്ട് വാർത്തകൾക്ക് മേൽ വാർത്തകൾ വന്ന ദിനങ്ങളായിരുന്നു. ഊണും ഉറക്കവുമില്ലാത്ത ആഴ്ചകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. കേട്ടതൊന്നും സത്യമാവരുതേയെന്നും സത്യമാണെങ്കിൽ തെളിവ് ലഭിക്കണേയെന്നും ഒരേ സമയം കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഗതികേട്ടിലായിരുന്നു അവർ. ആ സമയത്ത് കൊന്നു എന്നുള്ള കൊലപാതകമാണ്, മരിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് പോലും സ്വന്തം വീട്ടിലോ അനിയത്തിമാരെയോ അമ്മേനെ ഒന്നും ഞാൻ അറിയിച്ചില്ല. കാരണം അവർ പെട്ടെന്ന് കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വെറുതെ അവരെ വിഷമിക്കാൻ. പക്ഷെ എൻ്റെ ഫോൺ വിളി കാരണം പോലീസുകാർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് നല്ല കൂട്ടുകാരുണ്ട്, അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു സംഭവമുണ്ട്, സംഭവം സത്യമാണോ എന്നറിയത്തില്ല, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് അവർ തന്നെ അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് വീട്ടിൽ ചെറുതായിട്ട് കേട്ട്. അപ്പം എന്നോട് ചോദിച്ചു, എന്താ ചേച്ചി അച്ചായി തിരിച്ചു വരുമോ, എന്താ? ഞാൻ പറഞ്ഞു, ചേച്ചി എന്തിനാ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണം? അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലീസുകാർ എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഇവിടെ വന്നിരുന്നു. അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നു, ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതുകൊണ്ട് അവരിവിടെ വന്നത്. അത്യാവശ്യമായിട്ട് അവർ വിളിപ്പിക്കുമായിരുന്നു. അപ്പോഴും ഇവർക്ക് സംശയമായി. അപ്പം ഞാൻ പറഞ്ഞു, അച്ചായെക്കുറിച്ച് ചെറിയൊരു വിവരം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വിചാരം ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരെന്നോട് ആദ്യം ചോദിച്ചു, ചേച്ചി ക്രിസ്മസിന് അച്ചായി വരുമോ? അപ്പം ഞാൻ പറഞ്ഞു, ക്രിസ്മസിനൊന്നും വരില്ല, എന്നാണോ ഉടനെ തന്നെ അറിയാം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ അമ്മയാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും ആ സമയത്ത് തന്നെത്താനെ ഇരുന്ന് സംസാരിക്കുക. ഞാൻ ഇപ്പുറത്തെ മുറിയിലിരുന്ന് കേൾക്കുക. കൊച്ച് എന്നാണോ ഇളയനിധി പറയുക, അച്ചായി വരും, അച്ചായി വന്നു കഴിഞ്ഞാൽ അച്ചായി അന്ന് ഉപയോഗിച്ചിരുന്ന അലമാരിയൊക്കെ അവളാ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അതൊക്കെ അച്ചായിക്ക് കൊടുക്കണ്ടേ, ചേച്ചിയുടെ അലമാരി ചേച്ചി ഒന്നും വെപ്പിക്കില്ല. അപ്പം അങ്ങനെ ഇവർ അച്ചായി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു സന്തോഷവും ആ ഫീലിങ്സൊക്കെ അവർ അമ്മയും മോളും കൂടെ ചർച്ച ചെയ്യും. അപ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നണേ. ഇവരോട് പെട്ടെന്ന് എങ്ങനെ പറയും. TV ചാനലുകളിൽ ന്യൂസ് വന്നപ്പോഴാണ് എൻ്റെ അമ്മയും
അനിയത്തി ഈ സത്യം അറിയണം. തലയോലപ്പറമ്പ് മാത്യു കൊലപാതക കേസിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് മധ്യവയസ്കനെ കൊലപ്പെടുത്തിയതായുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് കൂടുതൽ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. പാദങ്ങളിലും കാലുകളിലും അടക്കം ആ 4 ദിവസവും ഞാൻ സംഭവ സ്ഥലത്ത് അനീഷിനെ കൊണ്ടുവരുന്ന ഒപ്പം തന്നെ എൻ്റെ ബന്ധുമിത്രാദികൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെന്നിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. കാരണം ആ സമയത്ത് ഞാൻ തന്നെ എൻ്റെ ആരോഗ്യ പ്രശ്നം പോലും ഞാൻ നോക്കിയിരുന്നില്ല. കാരണം എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് പോലും ഞാൻ അതുപോലും നോക്കാതെ ഞാൻ അവിടെ നിന്ന്, കാരണം നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പകരം അവിടെ നിൽക്കാനൊരു സഹോദരനായിട്ട് ആരും ഇല്ല. അപ്പം ഏറ്റവും ഇളയ അനിയത്തിക്ക് ആ സമയത്ത് എക്സാമും കൂടെ നടക്കുക. അവളെ അപ്പോഴും ഞങ്ങൾ അറിയിക്കാതിരുന്നു. ആ സമയത്ത് എല്ലാവരും വിളിക്കുകയും ഒക്കെ നിന്നു. പക്ഷെ നമ്മുടെ ആ സമയത്ത് ഉണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം ഏറ്റവും അടുത്ത ആത്മാർത്ഥമായിട്ട് നിന്ന് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ടുള്ളൂ. മറ്റുള്ളവരൊരു നമ്മുടെ ആ വിഷമങ്ങൾ പോലും മനസ്സിലാക്കാനായിട്ട് ബന്ധുക്കൾ പോലും തയ്യാറായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും അതിനെ ആ സമയത്ത് കുറ്റപ്പെടുത്താനായിട്ടും ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അത് വരുത്തി വെച്ചതാ ഈ കൊലപാതകവും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ, എൻ്റെ അവസ്ഥ എന്നോട് ഇത് നേരിട്ട് പറയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാത്ത ആൾക്കാർ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ തിരയുമ്പോഴും ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സംഭവം കിട്ടരുത്, അല്ലെങ്കിൽ കൊന്നിട്ടുണ്ടാവരുത് എന്ന്. പക്ഷെ പ്രതി സമ്മതിച്ചു കൊലപാതകമാണ്. പക്ഷെ ആദ്യത്തെ തെരച്ചിൽ 2 ദിവസം തെരച്ചിട്ട് ഒന്നും തന്നെ കിട്ടില്ല. അപ്പോഴത്തേക്ക് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു. ഞങ്ങളുടെ തലയോലപ്പറമ്പ് പള്ളിയിൽ പോയിരുന്നിട്ട് ആ തെരച്ചിലിനിടയ്ക്ക് ഒരു ചെറിയ സമയം കിട്ടിയപ്പോഴൊക്കെ പള്ളിയിൽ വന്നിരുന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച്. കാരണം അവിടെ ഉള്ളൂ കരയാനായിട്ടുള്ളൂ. വേറെ ആരും മുന്നിൽ കരഞ്ഞിട്ട് നമുക്കൊന്നും ലഭിക്കില്ല. കാരണം ദൈവത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീതി കിട്ടുമെന്നൊരു 2 ദിവസം തെരച്ചിൽ നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം തെരച്ചിലൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് മുഴുവനും ഞങ്ങളുടെ പള്ളിയിൽ, ഇടവപ്പള്ളിയിൽ പോയിരുന്നു കരയുകയും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നേർച്ചയൊക്കെ നേർന്നു എന്തെങ്കിലും. കാരണം നമുക്കിത് മരിച്ചു എന്നുള്ളതും വ്യക്തമായ തെളിവ് കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമുക്ക് മുന്നോട്ട് അതൊക്കെ ഒത്തിരി വീട് കടബാധ്യതകളൊക്കെ ഉണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ആവണമെന്നുണ്ടെങ്കിൽ ഈ മരിച്ചു എന്നുള്ളത് കിട്ടിയാലേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു അതിന് തെളിവ് കിട്ടണം എന്നൊക്കെ. അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുകയും നേർച്ചയൊക്കെ, വലിയൊരു നേർച്ചയൊക്കെ നേർന്നിട്ടായിരിക്കണത്. വേളാങ്കണ്ണി പള്ളിയിലൊക്കെ പോകാം, മുട്ടയടിക്കാം എന്നൊക്കെ ഒരു നേർച്ചയൊക്കെ നേർന്നു. എല്ലാം ദൈവത്തിന്റെ കാരണം ഇതെല്ലാത്തിനും ദൈവത്തിന്റെ ഒരു പ്രത്യേക കരുണ, ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിട്ടായിരിക്കാം ഈ ഇത്രയും അറിഞ്ഞിടുന്നൊരു സത്യം പുറത്തു വന്നു. കാരണം ആ കുഴിച്ചിട്ടിരിക്കുന്ന അതിന്റെ മുന്നിൽ കൂടെ ദിവസവും ഞാനും എൻ്റെ കുടുംബം എല്ലാവരും കൂടെ യാത്ര ചെയ്യുന്നത്. തൊട്ട് ആ അരികത്തുകൂടെ നടക്കുമ്പോഴും തൊട്ട് സൈഡിൽ അച്ചായി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആരും അറിയാതെ പ്രതിക്ക് മാത്രം അറിയാവുന്ന സത്യം അവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവിടെ മരിച്ചു പ്രതിക്ക് മാത്രം അറിയാവുന്ന സത്യം അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ആ ഒരു സത്യം. അതിന്റെ ചുവട്ടിൽ കൂടെ പോകുമ്പോഴും ഇപ്പൊ ഓർക്കുക എന്തുമാത്രം ഞങ്ങൾ തന്നെ ചില സമയത്ത് അച്ഛനെ ഞാൻ സത്യമായിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് കുറെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഈ പ്രായഘട്ടത്തിൽ തന്നെ ഒരുപാട് ഞാൻ അനുഭവിച്ചു. ആ സമയം കൊണ്ട് അനുഭവിച്ചപ്പോഴൊക്കെ എന്തിനാ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നൊരു അച്ഛനെ ശപിച്ച നാവ് ആണ് എൻ്റെ നാവ്. കാരണം ഞങ്ങൾ അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ നിന്നൊക്കെ വേദന അനുഭവിച്ചപ്പോൾ ഓർത്തിട്ടുണ്ട്, എന്തിനാ ഞങ്ങളോട് ഈ ചതി ചെയ്യണ്ടായിരുന്നല്ലോ, അങ്ങനെ പോവാനായിരുന്നെങ്കിൽ ഇത്രയും വളർത്തിയിട്ട് ഞങ്ങളൊക്കെ ഈ നിലയിലെത്തിച്ചിട്ട് പോവണ്ടെന്ന് നേരത്തെ ആവാത്തില്ലായിരുന്നോ എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ പോയാൽ പോരായിരുന്നു, എന്തിനായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു സത്യം ഞാനും മനസ്സിലാക്കിയത് ഈ ഒരു കൊലപാതകത്തോടു കൂടിയാണ്. ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ ചുറ്റിപ്പിണർന്നപ്പോഴും നൈസി തളർന്നില്ല. തളരാൻ കഴിയില്ലെന്ന് ഇവൾക്കറിയാം. ജീവിച്ചേ മതിയാകൂ. മൂല്യങ്ങൾ തെല്ലുമില്ലാത്ത സമൂഹം ഇവരെ ശിക്ഷിച്ചപ്പോഴും പ്രതികാര ബുദ്ധിയോടെ ഇവൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. പകരം നന്മ പകർന്നുകൊണ്ട് സമൂഹത്തെ തോൽപ്പിക്കാൻ ഒരുങ്ങി. വൃക്കദാനം ചെയ്യാനുണ്ടായ കാരണം
എൻ്റെ ഒരു സുഹൃത്ത് വഴി എൻ്റെ അമ്മ കിഡ്നി ഫെയിലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണത്. അപ്പം ഈ കിഡ്നി മാറ്റിവെക്കലിനെ പറ്റിയും അതിൻ്റെ മാത്രമായ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞപ്പം പോലെ അന്നും അവരോടാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എനിക്ക് ഒരാഗ്രഹം തോന്നണു എന്ന്. അപ്പം അവരോട് ഞാൻ പറയാം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സാഹചര്യം എനിക്ക് വന്നപ്പോൾ അതെനിക്ക് പറ്റിയില്ല. രണ്ടാമത് എന്നെ പരിചയത്തിലൊരു ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ പരിചയപ്പെട്ടൊരു ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇങ്ങനെ കിഡ്നി ഫെയിലായത്. ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഒരു പ്രാവശ്യം ചെന്നൈ പോയിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി മാറ്റിവെക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞത്. ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവമേ എല്ലാം നന്നായിട്ട് വരണം, ടെസ്റ്റ് എല്ലാം പോസിറ്റീവായിട്ട് വരണം, കൊടുക്കാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ അവസാന സമയം വരെ എന്നാണോ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ എല്ലാ ടെസ്റ്റും വിജയിച്ചു. ഞാൻ കിഡ്നി ഡൊണേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പം എൻ്റെ ബന്ധുമിത്രാദികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സമ്മതിക്കണമെന്നില്ല, അതിന് വേറെ രീതിയിലൊക്കെ പറയും. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു സാമ്പത്തികമായിട്ട് ലാഭം വെച്ചിട്ടാണ് ഞാനിത് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ കുറെ കേട്ടു. അതൊക്കെ നമ്മൾ വേറൊരു വശത്തോട്ട് തള്ളിക്കളഞ്ഞു. ആത്യന്തികമായി തോൽവിയുണ്ടായത് നമ്മുടെ ഈ സമൂഹത്തിന് തന്നെയാണ്. ആഘാതങ്ങളിൽ നിന്ന് പിടിച്ചു കയറാൻ ശ്രമിക്കുന്ന ഇവരെ ഇനി സഹായിക്കേണ്ടത് ധാർമ്മികപരമായ നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ 2 അനിയത്തിമാരുണ്ട്. അവരെ എങ്ങനെയാണ് ഒരനിയത്തി ഇപ്പോൾ പഠിക്കുന്നുണ്ട്, ഒരാൾ പഠിക്കുന്നില്ല. അനിയത്തിനെ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും അവളെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് വലിയ നിലയിൽ എത്തിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ എവിടെയും പതരാതെ ജീവിക്കാനായിട്ട് അവൾക്ക് സാധിക്കണമെന്നാണ് പ്രാർത്ഥന. നൈസിയും കുടുംബവും കേവലം ഒരു ഉദാഹരണമോ പ്രതീകമോ മാത്രമാണ്. വായിച്ചും കേട്ടും തള്ളുന്ന എല്ലാ ദുരന്ത കഥകളിലും കണ്ണീർ പാണ്ഡം പേറുന്ന ഇത്തരം സ്ത്രീജീവിതങ്ങൾ ബാക്കിയാവുന്നുണ്ട് എന്നതിന് തീർച്ചയായും ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വാർത്തകൾക്കും അപ്പുറം സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. പെൺമനസിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നമസ്കാരം.